പൊതുസർവകലാശാലകളുടെ സ്വയംഭരണ അധികാരം വെട്ടിച്ചുരുക്കുന്ന ബില്ലാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഗവർണറെയും വിസിമാരെയും അധികാര പരിധിയിൽ നിന്ന് മാറ്റി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന ബില്ലാണിതെന്നും വ്യക്തമാക്കി. സ്വകാര്യ സർവകലാശാല ബിൽ തട്ടിക്കൂട്ട് ബില്ലാണെന്നും അദ്ദേഹം നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലവിലിരിക്കുന്ന പ്രശ്നങ്ങളെ, അത് നേരിടുന്ന ഗൗരവതരമായ വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ലല്ല. മാത്രമല്ല, തട്ടിക്കൂട്ടി തയ്യാറാക്കിയൊരു ബില്ലാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്ന് നേരിടുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന് ബ്രെയിൻ ഡ്രെയിനാണ്, കുട്ടികൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. രണ്ട്, സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും അൺഎയ്ഡഡ് കോളേജുകളിലും വിദ്യാർത്ഥികൾ ഗൗരവതരമായി കുറഞ്ഞു വരികയാണ്. നിരവധി അൺഎയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടി. എയ്ഡഡ് കോളേജുകളിലും ഗവൺമെന്റ് കോളേജുകളിലും പ്രധാനപ്പെട്ട കോഴ്സുകളിൽ പോലും വിദ്യാർത്ഥികൾ ഇല്ലാത്ത സ്ഥിതിയിലാണ്. ഇപ്പൊ സ്വകാര്യ സർവകലാശാലകൾ വന്ന് അതിൽ 40% വിദ്യാർത്ഥികൾക്ക്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സംവരണം കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം പോലും നമ്മുടെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ഒരു പഠനവും നടത്തിയിട്ടില്ല. മാത്രമല്ല, ആർക്കാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്? ആർക്കും കൊടുക്കാമെന്നുള്ള രീതി ശരിയല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി വർഷക്കാലമായി പ്രവർത്തിക്കുന്ന വിശ്വാസ്യതയുള്ള കോർപ്പറേറ്റ് ഏജൻസികളുണ്ട്. അവർക്കൊരു പരിഗണന കൊടുക്കണ്ടേ? സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമ്പോൾ അക്കാഡമിക് രംഗത്തും ഭരണരംഗത്തും നിരവധി അവ്യക്തതകളുള്ള ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും ചർച്ച വേണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു.